സാധാരണഗതിയിൽ കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാര് അവിടെ മികച്ച പദവികളിലാണെങ്കിൽ ഒരിക്കലും സ്വന്തം കേഡറിലേക്ക് തിരിച്ചു വരാറില്ല. കേരളത്തിൽ തന്നെ ചീഫ് സെക്രട്ടറി പദം ഒഴിവ് വന്നപ്പോൾ, DGP പദവി ഒഴിവ് വന്നപ്പോൾ കേന്ദ്ര സർവീസിലായിരുന്ന പലരെയും സമീപിച്ചതാണ്. അവർക്ക് തിരിച്ചു വന്ന് ഇവിടെ ചീഫ് സെക്രട്ടറിയോ DGP ആകാമായിരുന്നു. അവരാരും വന്നിട്ടില്ല. കാരണം അവർക്ക് താല്പര്യം കേന്ദ്ര സർവീസാണ്. പക്ഷേ റാവാഡ ചന്ദ്രശേഖറിന്റെ കാര്യത്തിൽ മാത്രം മറിച്ചൊരു തീരുമാനമാണ് ഉണ്ടായത്. റാവാഡ ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിന് അത്ര താല്പര്യമുള്ളൊരു വ്യക്തിയാണ് എന്ന് തോന്നിയിരുന്നില്ല. നേരത്തെ DGP നിയമനം സംബന്ധിച്ച് വാർത്തകൾ വന്നപ്പോൾ UPSC തയ്യാറാക്കുന്ന ചുരുക്കപ്പട്ടിക അതിൽ നിന്നാണ് നിയമിക്കേണ്ടത്. അതിൽ പെടാതെ സ്വയം മാറി നിൽക്കാൻ റാവാഡ ചന്ദ്രശേഖറിന്റെ മേൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന വാർത്തയുണ്ട്. കാരണം അതിന്റെ അർത്ഥം അദ്ദേഹത്തെ DGP ആക്കാൻ പിണറായി സർക്കാരിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ സംഭവിച്ചത് വളരെ രസകരമായ കാര്യമാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ റാവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വരികയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ കാണുകയും കേരളത്തിൽ DGP ആവാൻ തനിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു.